ജനതാ ഗാരേജ്. ഇവിടെ എല്ലാ റിപ്പയറുകളും ചെയ്തു കൊടുക്കപ്പെടും. തകർപ്പനൊരു തെലുങ്ക് സിനിമ, അതാണ് ജനതാ ഗാരേജ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഫുൾ എന്റർടൈനർ ആണ് സിനിമ. ഒരു തെലുങ്ക് സിനിമ ഡബ് ചെയ്ത് മലയാളത്തിലാക്കിയതാണെന്ന കുറവൊഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം പ്രേക്ഷകർക്ക് ഇഷ്ടമാകുന്നത് തന്നെയാണ്. മോഹൻലാലിന്റെ മികച്ച അഭിനയ മുഹൂർത്തങ്ങളും ജൂനിയർ NTRന്റെ സ്റ്റൈലിഷ് ആക്ഷൻ രംഗങ്ങളും ഒത്തുചേരുന്ന മാസ് മസാല ചിത്രമാണ് ജനതാ ഗാരേജ്. എല്ലാം റിപ്പയർ ചെയ്ത് കൊടുക്കപ്പെടുന്ന സ്ഥലമാണ് ജനതാ ഗാരേജ് എന്ന വർക്ക്ഷോപ്പ്. അവിടെ വാഹനങ്ങളുടെ പ്രശ്നങ്ങൾക്കും മനുഷ്യന്റെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട്. അതിന്റെ ഉടമസ്ഥനാണ് സത്യ എന്ന ലാലേട്ടന്റെ കഥാപാത്രം. സത്യയുടെ മകനായ രാഹുൽ ആയി ഉണ്ണിമുകുന്ദൻ എത്തുമ്പോൾ അദ്ദേഹത്തിന്റെ അനുജന്റെ മകനായ ആനന്ദായാണ് ജൂനിയർ NTR സിനിമയിലോട്ട് എത്തുന്നത്. സത്യയും കുടുംബവും നേരിടുന്ന വെല്ലുവിളികളും പ്രതിസന്ധികളുമാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. മോഹൻലാലിനെ സൈഡ് ബെഞ്ചിലിരുത്തി ജൂനിയർ NTR നടത്തുന്ന അഭ്യാസ പ്രകടനമല്ല ഈ ഒരു ചിത്രം. മോഹൻലാലിലൂടെയാണ് ചിത്രം ആരംഭിക്കുന്നതും മുന്നോട്ട് പോകുന്നതും അവസാനിക്കുന്നതുമെല്ലാം. ചിത്രത്തിന്റെ തുടക്കത്തിലുള്ള ഫ്ലാഷ് ബാക്ക് രംഗങ്ങളിലും മറ്റും മോഹൻലാലാണ് സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുന്നതും. ജൂനിയർ NTR എത്തുന്നതോടെ ഇരുവരും ചേർന്നാകുന്നു പിന്നീടുള്ള പ്രകടനം. ആക്ഷൻ മാസ് രംഗങ്ങൾ NTR മികച്ചതാക്കിയപ്പോൾ സെന്റിമെന്റ്സ് നിറഞ്ഞ അഭിനയ മുഹൂർത്തങ്ങൾ അനായാസം കൈകാര്യം ചെയ്ത് മോഹൻലാൽ താൻ ഏത് ഭാഷയിലും കംപ്ലീറ്റ് ആക്ടർ തന്നെയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. ജനതാ ഗാരേജ് నీకోసం ఎదురు చూస్తుంటుంది. നിത്യ മേനോൻ, സാമന്ത, ദേവയാനി തുടങ്ങിയ അഭിനേതാക്കൾക്കൊക്കെ പേരിന് മാത്രമുള്ള പ്രാധാന്യമാണ് ഉള്ളത്. ദേവിശ്രീ പ്രസാദിന്റെ ഗാനങ്ങളും മികച്ചതായിരിക്കുന്നു. പശ്ചാത്തല സംഗീതം മികച്ചതാണെങ്കിലും ഒരു മാസ് ഫീൽ കൂട്ടുന്ന തരത്തിലുള്ളതല്ല. സാധാരണ തെലുങ്ക് സിനിമകളിൽ നിന്നും വ്യത്യസ്തമായി വാം ടോൺ ഉപയോഗിച്ചിരിക്കുന്ന തിരുവിന്റെ ഛായാഗ്രഹണവും എടുത്തു പറയേണ്ടതാണ്. സിനിമയുടെ തിരക്കഥയും സംവിധാനവും നിർവഹിച്ച കൊരട്ടാല ശിവയുടെ കരിയറിലെ മറ്റൊരു മികച്ച ചിത്രമായിരിക്കും ജനതാ ഗാരേജ്. പിന്നെ ഒരു പോരായ്മയായിട്ട് തോന്നുന്നത് സിനിമയ്ക്ക് മൊത്തമുള്ള ഒരു പഞ്ചിനെ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ചെറിയൊരു കുറവ് വരുന്നതായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. മാത്രമല്ല വൈകാരിക രംഗങ്ങളിൽ ജൂനിയർ NTRന്റെ പ്രകടനം തീർത്തും മോശമാണെന്നും ഒരു അഭിപ്രായം കൂടിയുണ്ട്. പിന്നെ തെലുങ്കിൽ ചിത്രം വൻ വിജയമാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഡബ്ബിംഗ് ഒരു കുറവായി അംഗീകരിക്കാതിരുന്നാൽ മലയാളികൾക്കും ഈ ചിത്രം ധൈര്യമായി കാണാവുന്നതാണ്.